അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ ആരാധിക്കുവാനും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിന്റെ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രത്യേകിച്ചും ശുശ്രൂഷകൾക്ക് ഒപ്പം തന്നെ പ്രിയ ചീഫ് സെക്രട്ടറി പാസ്റ്റർ എന്നും ഒപ്പം മറ്റ് അനുഗ്രഹീതരായ കർത്തദാസൻ എല്ലാവരോടും കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി ഞാൻ സന്തോഷിക്കുന്നു. വളരെ ലക്ഷ്യബോധത്തോട് ഒരു പ്രാർത്ഥനയാണല്ലോ ഈ പ്രാവശ്യം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പ്രതീക്ഷയോടായിരിക്കാം. ഇന്ന് പകൽ എന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ട ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ആരംഭമായിട്ട് നമ്മൾ വായിക്കുന്നത് മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ. യേശു അതറിഞ്ഞ് അവരോട് അറിഞ്ഞ് അവരോട് ജീസസ് aware of this. യേശു അത് അറിഞ്ഞു. 3 സുവിശേഷകന്മാർ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. മത്തായി 26:10, മർക്കോസ് 14:3, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം. ഇവിടെ ഈ 3 ഈ കാര്യം പറഞ്ഞിരിക്കുക. അതെന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യേശു അത് അറിഞ്ഞു. മറിയെ കുറിച്ച് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം യോഹന്നാൻ അയച്ചിലൂടെ വ്യക്തമാക്കി തരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ യേശു പാർക്കും അല്ലെ ആയിരിക്കും. കുറഞ്ഞതൊരു 17 പേരുള്ള ഒരു സദസ്. ശീമോനുണ്ട്, യേശുവുണ്ട്, 12 ശിഷ്യന്മാരുണ്ട്, മാർത്തയുണ്ട്, മറിയുണ്ട്, ലാസർ അല്ലെ, കുറഞ്ഞൊരു 17. ആ ഒരു സദസ്സിൽ അവൾ ചെയ്തൊരു പ്രവൃത്തിയെ യേശു എന്ത് ചെയ്തു? അറിഞ്ഞു. മറിയെ കുറിച്ച് ഞാൻ ആ വചനം പഠിച്ചപ്പോൾ വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന 3 ഭാഗം, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട 3 ഭാഗം. യഥാർത്ഥത്തിൽ ഒരു ദൈവവേദന ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന 3 ഭാഗം. ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനിക്ക് മാതൃകയാണ് എങ്ങനെ ദൈവത്തോട് അടുത്തത്. 1-ാമത്തെ ഭാഗം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ലൂക്കോസ് 10:39. എന്താണ് വായിക്കുന്നത്? കണ്ടോ? മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. അപ്പൊ മറിയ നമ്മൾ 1-ാമത് കാണുന്ന ഒരു സ്ഥലമാണ്. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് പറഞ്ഞു വചനം. ഞാൻ മറിയോട് ചോദിച്ചു, വേറെ ഒന്നും ഇവിടെ കാണാനും കേൾക്കാനും ഇല്ലേ? മറിയ പറഞ്ഞു, ഒത്തിരി കാര്യമുണ്ട് ചെയ്യാനാണ്, ഒത്തിരി ഉണ്ട്. എന്റെ സ്വന്തം സിസ്റ്റർ വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ കാര്യത്തിനകത്തൊക്കെ ഇൻവോൾവ് ആണ്. അവളും ശുശ്രൂഷയാൽ ഇങ്ങനെ കുഴങ്ങുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇതൊന്നും കേൾക്കാതെ, നീ ഇതൊന്നും കാണാതെ വചനം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം തന്നെ. അപ്പം മറിയനോട് പറഞ്ഞു, എന്റെ അനുഗ്രഹം വരുന്നത് ഇവിടുത്തെ കസാറയുടെ മുമ്പിൽ നിന്നോ ഇവിടുത്തെ പോഡിയത്തിന്റെ മുമ്പിൽ നിന്നോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. എനിക്ക് അനുഗ്രഹം തരാൻ, എന്നെ വിടുവിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം. വന്ന അഗീഷ് തോമസ് പാസ്റ്റോ ഇവിടുത്തെ പോഡിയമോ ഈ ലൈറ്റോ ഒന്നും അല്ല. നമ്മുടെ അനുഗ്രഹത്തിന്റെ സാധ്യത, നമ്മുടെ അനുഗ്രഹത്തിന്റെ സാധ്യത
ദൈവത്തിന്റെ വചനമാണെന്നുള്ള വചനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു 17 കൂട്ടം കാര്യം ഞാൻ ഇങ്ങനെ എന്റെ ഡയറിയിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഏത് ശൂന്യതകളുടെ നടുവിലും ഉളവാക്കാൻ പറ്റുന്നതാ ദൈവത്തിന്റെ വചനം. രണ്ട്, ഏത് ഉളവായതിന്റെ മേലും ജീവൻ പകരുന്നതാ ദൈവത്തിന്റെ വചനം. ഇങ്ങനെ പഠിച്ചു വരുമ്പോ ഗലാത്യർ 3:2 പറയുക, ദൈവത്തിന്റെ വചനം ആരുടെ മേലും ആത്മാവിനെ പകരുന്ന വചനം. ഗലാത്യർ 3:5 പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. അപ്പൊ വചനത്തിന്റെ സാധ്യത എന്താ? വചനം വീര്യപ്രവൃത്തി. അപ്പൊ വീര്യപ്രവൃത്തി ചെയ്യാൻ കരുത്തുള്ള ദൈവത്തിന്റെ വചനം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കണം, വചനമാണ് എനിക്ക് എന്തിനെ തരുന്നത്? അനുഗ്രഹത്തെ തരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, മറിച്ച് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കൊതി. ഇനി ഞാൻ മറിയക്കണ്ട രണ്ടാമത്തെ സ്ഥലം, യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. അടുത്തത്, വീട്ടിൽ അവളോട് കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന മറിയ ദൈവം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവർ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ചു പേടിച്ചത്. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവരെ കണ്ടിട്ട് കാൽക്കൽ വീണു. കർത്താവേ, കേട്ടോ, രണ്ടാമത്തെ സ്ഥലമാണ്. ഒന്നാമത്തെ സ്ഥലത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുക, അനുഗ്രഹം വരുന്നത് വചനത്തിൽ നിന്നാണുള്ള തിരിച്ചറിവ്. രണ്ടാമത്തെ സ്ഥലത്ത് യേശുവിനെ കണ്ടപ്പോഴത്തേന് കവിണ് വീണു. എന്നിട്ട് പറയാ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. ഞാൻ മറിയോട് ചോദിച്ചു, നിന്റെ ബ്രദർ മരിച്ച പിന്നെ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന ആളാണോ യേശു? അവള് പറഞ്ഞല്ല, ഞങ്ങളുടെ ചർച്ചയിലുള്ള സകലമായ ആളുകൾ വന്നിരുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ആ ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തു തന്നത്. MLA വന്നായിരുന്നു, മന്ത്രി വിളിച്ചായിരുന്നു, ഒത്തിരി പാസ്റ്റർമാരുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അവരോട് ആരോടേലും നീ പറഞ്ഞായിരുന്നോ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ? ഇല്ല. അവള് പറഞ്ഞു, ആരോടും ഞാൻ പറഞ്ഞില്ല. അവരെല്ലാരും നിന്നോട് ഒത്തിരി കാര്യം പറഞ്ഞു. അപ്പൊ നീ എന്തെടുത്തു? അവരെല്ലാരും പറഞ്ഞത് കേട്ട് വിങ്ങിപ്പോട്ടി നെടുവീർപ്പിട്ട് കരഞ്ഞതല്ലാതെ ഒരു മനുഷ്യനോട് പോലും ഞാൻ എന്ത് ചെയ്തില്ല, ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ആരോടും പറയാത്ത കാര്യം യേശുവിന്റെ അടുക്കൽ എന്നാ പറയാൻ കാര്യം? അപ്പം മറിയനോട് പറഞ്ഞു, ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാ യേശു എന്ന് എനിക്കറിയാം. പറയാൻ പറ്റാത്ത ആരോടും പറയാൻ പറ്റാത്ത ഏത് വേദനകളും, ആരോടും പറയാൻ പറ്റാത്ത ഏത് വേദനകളും പ്രിയപ്പെട്ടവരെ, നമ്മളതിനായി ഇവിടെ വന്നിരിക്കുന്നു. ക്രിസ്തുവിൽ ഒരു തോഴനെ ഞാൻ കണ്ടു. എനിക്കെല്ലാം 10,000 സുന്ദരനെ, ശാരോന്റെ പനിതൽ പുഷ്പത്തെ ഞാൻ കണ്ടു. അല്ലെങ്കിൽ എന്റെ തുമ്പമുണ്ട്, എന്റെ ദുഃഖമുണ്ട്, എന്റെ നൊമ്പരമുണ്ട്, എന്റെ വേദനയുണ്ട്. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ എടുക്കുന്നു. നിങ്ങൾക്ക് അധികം വേദനയുണ്ട്, നിങ്ങളെ അധികം സങ്കടപ്പെടുത്തും, നിങ്ങളെ അധികം നൊമ്പരപ്പെടുത്തും, മറ്റാരോടും പറയാൻ പറ്റാത്ത വിഷയം ലളിതമായിട്ട് ഈ പ്രാർത്ഥന അതിനാ നമ്മൾ വന്നിരിക്കുന്നത്. കേട്ടു എല്ലാ യേശുവിനോടും ഓ ശബാരാധനാധന എത്ര പേര് മകന് വാതുറന്ന് ദൈവത്തോട് പറഞ്ഞാലൊന്നും എന്റെ സങ്കടമില്ല, എന്റെ വേദനയില്ല, എന്റെ പൊമ്പരമില്ല, എന്റെ ഭാരമില്ല.
പരിശുദ്ധാത്മാവിന് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും പരിശുദ്ധാത്മാവിന് ഇതുപോലെ ഒത്തിരി പ്രവർത്തിക്കുവാനുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത നൊമ്പരം യേശുവിനോട് പറഞ്ഞ മാറ്റം ഉണ്ടാവും. 4 നാളായതാണ്, നാറ്റം വമിക്കുന്നതാണ്. കല്ലറയുടെ മുമ്പിൽ അവൻ വരും. അവനോട് നീ പറയുന്ന കാര്യത്തിനകത്ത് ഒരു പ്രതിക്രിയ ദൈവം ചെയ്യും. രാവിലെ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ അറിയാം, ചിലത് ചലിക്കും. ദൈവസന്നിധി പറയുന്ന ഒരു കാര്യം പോലും ദൈവം വെറുതെ വെക്കത്തില്ല. നല്ലൊരു ദൈവസാന്നിധ്യം ഞാൻ ഇവിടെ കാണുന്നു. ഈ പ്രാർത്ഥനയുടെ ദൈവവും നീ അർപ്പിക്കുന്ന കാര്യം അതിനകത്തൊരു ചലനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവം കാൽക്കലോട്ട് വീഴുക. 4 ദിവസമായിട്ടും വരാത്ത ഒരുത്തന്റെ കാൽക്കൽ വീഴുന്നത് അറിയാം. ദൈവരാജ്യത്തിൽ അങ്ങനെ ബലാത്കാരികൾ അങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്നത് ദൈവസ്ഥനിൽ വന്നിരിക്കുന്നത് അതിനാ. സാഹചര്യത്തെ നോക്കി നിൽക്കരുത്. ബലം പ്രയോഗിച്ച് ചിലതിനെ എന്ത് ചെയ്യണം? നിന്റെ ഈ ഫിസിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ എന്തിനാ? നീ എന്തിനാ വീഴുന്ന കർത്താവിന്റെ കാലം? നീ എന്തിനാ? അവള് പറയും യോഹന്നാന്റെ കാലം വരെ ചിലരാത് പിടിച്ചെടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും പിടിച്ചെടുക്കാൻ പറ്റും. അവന്റെ സന്നിധി നെടുമ്പാട് വീണ അവന്റെ മുമ്പാകെ ഒരാള് വീണ് കിടന്നു. രണ്ടുതരം പ്രാർത്ഥന. ഒന്നിന്റെ പേര് പാസീവ് പ്രയർ, മറ്റൊന്നിന്റെ പേര് ആക്റ്റീവ്. പാസീവ് പ്രയർ എന്താണെന്ന് നമുക്കറിയാം. കിട്ടിയാ കിട്ടും. ലോട്ടറി എടുക്കുന്നവരെല്ലാം പാസീവായിട്ട് എടുക്കും, അല്ലേ? ആണോ? അടിക്കുവാണേ ഇങ്ങനെ വരരുത്. ദൈവസേന നമ്മൾ ആക്റ്റീവാണ്, നമ്മൾ ബോൾഡാണ്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകും. നമ്മളിത് പകൽ ചിലതിനെ പിടിച്ചു മേടിക്കും. ദൈവത്തിന്റെ സന്നിധിയിലോട്ട് നെടുമ്പാട് വീഴും. There is a big difference. എന്റെ ലൈഫിൽ ഒരു വ്യത്യാസം വരുമെന്ന് ദൈവത്തോട് പറയണം. ആത്മീക തീവ്രത ചിലപ്പോ തുറന്നു കാട്ടേണ്ടി വരും. അതിനകത്തിന് ദുരപകാരം കടന്നു. ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തുറന്നു കാട്ടുന്നതിന് ഒരു ദുരഭിമാനത്തിന്റെ ആവശ്യമുണ്ടോ? ബലാത്കാരത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ മാതൃകയാണ് അറിയാവുന്ന ഭാഗം ഞാൻ വിവരിക്കുന്നത്. 32 അധ്യായത്തിന് 24 ഭാഗം. ജീവിതത്തിന്റെ ഒരു ഏകാന്തതയുടെ നടുവിലാണ് യാക്കോബ് ദൈവമാകെ എന്ത് ചെയ്യുന്നത്? ചിലത് ബലാത്കാരം ചെയ്യും, അല്ലെ? പൊട്ടിച്ചെടുക്കും. എല്ലാരെയും അക്കരെ കടത്തി. ജീവിതത്തിലെ ഏകാന്തത. ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് വന്നപ്പോ ദൈവം അവരോട് ഒറ്റക്കാര്യം ചോദിച്ചു, നീ ആരാ? നിന്റെ പേരെന്താ? പുള്ളി പറഞ്ഞു, പറയേണ്ടി വന്നു. പറഞ്ഞു. ഈ പണ്ടാരാണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വക്കീലിന് എടുക്കലും ഡോക്ടർ എടുക്കലും കള്ളം പറഞ്ഞു. ഞാൻ പറയാറുണ്ട്, അവരുടെ അടുക്ക പറഞ്ഞാലും ദൈവത്തിന് ദൈവത്തോടാണ് പറയുന്നത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്റെ പേരറിയാഞ്ഞിട്ടാണ്. അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, ഇവൻ പണ്ട് പോലെ ഒരു മൽപ്പിടുത്തക്കാരൻ. അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ സ്വന്തം സഹോദരനുമായിട്ട് മൽപ്പിടിച്ചു. ഇറങ്ങിക്കഴിഞ്ഞ അപ്പനോട് മൽപ്പിടിച്ചു. പിന്നെ അമ്മായിപ്പൻ്റെ അടുക്ക ചെന്നപ്പോ അങ്ങേരോടും മൽപ്പിടിച്ചു. അത്യാവശ്യത്തിന് ഭാര്യമാരോടും എന്ത് ചെയ്യുന്നു. ഇപ്പൊ തന്നെ ആ മനോഭാവത്തിൽ തന്നെ എന്റെ അടുക്കൽ എന്ത് ചെയ്തിരിക്കുന്നു? മൽപിടിക്കാൻ വന്നിരിക്കുന്നു. പക്ഷെ എനിക്ക് അറിയണം, ഇവന് പഴയ സ്വഭാവത്തിന് വല്ല മാറ്റവും വന്നിരിക്കുന്നു. കാരണം ഇതേ ചോദ്യം ഇവന്റെ അപ്പം കുറെ നാൾ മുമ്പോട് ചോദിച്ചു, നീ ആരാ?
നിന്റെ പേരെന്തോ? അപ്പൊ അവൻ പറഞ്ഞു എന്തോ ഏശാവാണ്. അപ്പനെ അവൻ കൺഫ്യൂസ്ഡ് ആക്കി വരാം. ഇന്ന് ഞാൻ അവനോട് ചോദിച്ചത് പേരറിയാത്തോണ്ടല്ല, എനിക്ക് അവന്റെ പേരൊക്കെ അറിയാം, പക്ഷെ അവന്റെ സ്വഭാവത്തിന് വല്ല മാറ്റവും മനസ്സിലാവുന്നുണ്ടോ? പഴയ രീതിക്ക് വല്ല, പഴയ ആറ്റിറ്റ്യൂഡിനകത്ത് വല്ല മാറ്റമില്ല. ഈ പകൽ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. നിന്റെ പ്രശ്നത്തിന് അപ്പുറത്ത് 4 ദിവസമൊക്കെ ആയെന്നുള്ളത് സത്യം, പക്ഷെ മറ്റാർക്കും ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് നിനക്ക് ദൈവസ്ഥ ഹൃദയം അപ്പം ഹൃദയം നുറുങ്ങാത്തവരും ഉണ്ടെന്നുള്ളത് സത്യം. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഒരു വല്ലാത്ത ക്രൈസിസിലായി നിൽക്കുന്നത്, നഷ്ടത്തിന്റെ അല്ലെ, മറിയ ക്രൈസിസില് നഷ്ടപ്പെടാൻ പോകും. യാക്കോബിന് നഷ്ടപ്പെടുന്ന 3 കാര്യം. ഒന്ന്, അവന്റെ ആ ലക്ഷ്യം മുഴുവൻ നഷ്ടപ്പെടും അല്ലെ, ഒരു ഇന്റൻഷൻ ഇല്ലാത്ത ഒരു യാത്ര. കുടുംബം നഷ്ടപ്പെടും, സമാധാനം. മറിയയ്ക്ക് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ ഒരു കൂടപ്പുറപ്പിന് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവരാജ്യത്തിൽ ബലാത്കാരം ചെയ്ത് ഒരാൾക്കും കുടുംബം നഷ്ടപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ചിന്തകളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയത്തിലെ കുറെ കൺസേൺസ് ആണ് നിങ്ങളുടെ മുന്നിൽ. ഞാനൊരു വലിയ ഒരു ഫ്രെയിമിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാനില്ല. അങ്ങനത്തെ ഒരു പ്രസംഗമൊക്കെ എല്ലാ ദിവസവും ചെയ്തു. അതിനപ്പുറത്ത് നമ്മുടെ സഭകൾ പിടിച്ചെടുക്കേണ്ട ഒന്നാണ് കുടുംബങ്ങൾ. സാത്താൻ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്തിന്? അവിടുന്ന് ഇവിടുന്ന് കുറെ ദൂതായിട്ട് പറഞ്ഞു, അതൊരു പാറ്റേൺ അല്ലെങ്കിൽ പോകും. കാരണം എനിക്ക് അങ്ങനെ ഒരു വലിയ കൺസേൺ തോന്നുന്നു. നിങ്ങൾ വളരെ ഗൗരവത്തോടെ സാഷ്ടാംഗം വീഴേണ്ട ഒരു പകലായി. സഹോദരങ്ങളെ, കുടുംബത്തിനെതിരെ ശത്രുവിന്റെ 2. ഒന്ന്, കുടുംബത്തിനെതിരെ ശത്രു ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് ബാബേലിന്റെ വ്യാപാരം. അതകത്ത്. ഇപ്പൊ ഇവിടെ കരണ്ട് പോയപ്പോ ഒരു ചെറിയ ഇരുട്ടുണ്ട് അല്ലെ അല്ലെ എന്ന് പറഞ്ഞ പോലെ കുടുംബങ്ങളുടെ അകത്ത് വെല്ലുവിളിക്കുന്ന വ്യാപാരമാണ്. ഞങ്ങളൊക്കെ ഒത്തിരി വർഷങ്ങളായി കർത്താവിനെ സൂക്ഷിക്കുന്നവരായിരുന്നു. ഒട്ടുമിക്ക സഭകളെ കുറിച്ച് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, ബാബേൽ വല്ലാതെ കുടുംബങ്ങളെ കൺഫ്യൂഷൻസ് അല്ലെ, ആരും പറയുന്ന ആർക്കും എന്ത് ചെയ്യുന്നില്ല. പക്ഷെ അത് അവിടെയാണ് ഹോളി സ്പിരിറ്റിന് ഒരു ഹെൽപ്പ് വരും. മാളിക മുറിയിൽ ആത്മാവ് അങ്ങോട്ട് ഇറങ്ങിയപ്പോ സംബന്ധിച്ച കൺഫ്യൂഷൻസുമാണ്. അങ്ങനെയാണ് ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുക. വീടുകളുടെ അകത്ത് വ്യാപരിക്കുന്ന കുറച്ച് കൺഫ്യൂഷൻസ് അപ്പൊ തന്നെ വീടുകളോടുള്ള വലിയൊരു പോരാട്ടമാണ് അമാലേക്ക്. ബാബേലുമുണ്ട്, ബാബേൽ അകത്താണ്. അമാലേക്ക് എന്ന് വെല്ലുവിളിക്കുന്നത് പുറത്ത്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവം മോശ മുഖാന്തരം പറഞ്ഞപ്പോൾ, പുറപ്പാട് 17-16, യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് ദൈവമായിട്ട് പറയാം. മോശാണായിട്ട് പറയും, ദൈവത്തിന്റെ സിംഹാസനമാണ് അമാലേക്കിനോട് തലമുറ തലമുറയായിട്ട് നിങ്ങൾക്ക്. അപ്പൊ അമാലേക്ക് എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആക്രമിക്കുന്ന ഒരു ശക്തി, കുടുംബങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറത്തുനിന്ന് നിൽക്കുന്ന ശക്തി. ആവർത്തനം 25-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ ക്ഷീണിച്ചു തളർന്നു മരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലൊക്കെ ഉള്ളതിനെ ആരും ഞെരുക്കും. അപ്പൊ നമ്മൾ ഇന്ന് പകൽ
മറിയം നെടുമ്പാട് വീണതുപോലെ നെടുമ്പാട് വീഴും. ബലാത്കാരണ ചിലതിന് എന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നിനെ കൊണ്ടുപോകാൻ ഞാൻ എന്റെ കുടുംബത്തിന്റെ മഹത്വത്തെ തടയാൻ ഞാൻ ഈ ചർച്ചിനോട് പറയുന്നത്, കുടുംബങ്ങളെ ആക്രമിക്കുന്ന വലിയൊരു പോലീസ് സഭയ്ക്ക് പോരില്ലെന്ന് പറയുന്ന ബന്ധുക്കോസുകാർ. അതിന്റെ കാരണം അവരിപ്പോഴും ഈജിപ്തിലാണ് കിടക്കുന്നത്. ഈജിപ്തിൽ കിടക്കുന്നവന് യുദ്ധമില്ല, ഈജിപ്തിൽ കിടക്കുന്നവന് അടിമത്വമില്ല. വാഗ്ദത്ത നാട്ടിലോട്ട് പോകുന്നവനാ എന്തുള്ളത്? പോരുണ്ടോ? എന്നാ കാരണം? നിന്റെ യാത്ര വാഗ്ദത്ത നാട്ടിലോട്ട്. ഈ യാത്രയെ നീക്കേണ്ട ചിലതുണ്ട്. ഈ യാത്ര ഡിമോളിഷ് ചെയ്യേണ്ട, നിർമൂലമാക്കേണ്ടത്. ദൈവം പറഞ്ഞ ചിലതിനെ കോർണർ ചെയ്തു നിങ്ങൾ, പക്ഷേ മറ്റു ചിലതിനെ കുറിച്ച് ദൈവം വളരെ പറഞ്ഞു, ഇത് കോൺക്രീറ്റ് ആയിട്ട് നിൽക്കുന്ന സംഗതിയാ, ഇതിനെ നീ ഡിമോളിഷ്, ഇതിനെ നിർമൂലമാക്കേണ്ട സ്പിരിറ്റാണ് അമാലേക്ക് സ്പിരിറ്റ്. ആരും കോംപ്രമൈസ് കാണിച്ചിട്ടുണ്ടോ? അവനെല്ലാം ശൗമേല ആകപ്പാടെ സങ്കടപ്പെട്ട ഒരു കാര്യം. ഞാൻ നിങ്ങൾ ലളിതായിട്ട്, ഞാൻ അൺപാർലമെന്ററി ആയ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. എടാ പൊട്ടാ, നിന്നോട് ഞാൻ പറഞ്ഞതാ, നീ അതെന്ത് ചെയ്യണം? തകർക്കാനോട് എന്നാ സംഭവിച്ചു? ലാസ്റ്റിൽ അച്ഛാ അമാലേക്കിന്റെ വാളല്ലേ എന്റെ കഴുത്തേക്കത്. പെന്തിക്കോസ്തുകാരാ, നീ ഗൗരവം കാണിക്കേണ്ടിടത്ത് നീ ഗൗരവം കാണിച്ചില്ലെങ്കിൽ എല്ലാവർക്കും ഒക്കെ ഇന്ന് ഈ കൂട്ടായ്മകൾ ഒരു എന്റർടൈൻമെന്റ്. നമ്മൾ വീഴേണ്ട സമയത്ത് ദൈവസ്ഥനിൽ വീണോണം. ദൈവസ്ഥനിൽ നെടുമ്പാട് വീഴുന്നവന് മനുഷ്യന്റെ മുമ്പിൽ നെടുമ്പാട് വീഴേണ്ട കാര്യം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ശൗലിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ശൗമേലാകപ്പാടെ സങ്കടപ്പെട്ട ഒരു കാര്യമില്ല. നീ അവിടെ വീണിരുന്നെങ്കിൽ, നീ അവനെ നിർമൂലമാക്കിയിരുന്നെങ്കിൽ, നിന്റെ കഴുത്തിൽ അമാലേക്കിന്റെ വാണ് കേറത്തില്ല. അവിടെയാണ് ദാവീദ് വ്യത്യസ്തനാണ്. ദാവീദിന്റെ കുടുംബത്തെ അമാലേക്ക് പിടിച്ചോണ്ട് പോയില്ലേ? ഇല്ലേ? പോയോ? പോയി. ഒന്നും നടത്താൻ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കി. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന് നടത്താൻ പുസ്തകം 1 ശമൂവേൽ പുസ്തകം 30:18-19 പറഞ്ഞു. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. ദാവീദ് ആടുമാടുകളെ ഒക്കെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി തെളിച്ച് നടത്തിക്കൊണ്ടു. ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിൽ പേരുള്ള ദാവീദ് എന്താ? ഇത് ദാവീദിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ ദാവീദിന് കഴിയും. ശൗലിന്റെ കുടുംബത്തിന് നേരെ നിന്നതുപോലെ തന്നെ അമാലേക്ക് ചെറിയൊരു ശക്തി അല്ല. അമാലേക്ക് എന്ന് പറയുന്ന ശക്തിയുടെ ചരിത്ര ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ആരംഭിക്കും. പുറപ്പാട് 16-ൽ ഉൽപ്പത്തി 14:7 അവനെ കുറിച്ച് പറഞ്ഞു. അബ്രഹാമിന്റെ കാലത്ത് BC 2000 ഉള്ള ഒരു ശക്തി അമാലേക്ക്. BC 700-ൽ അത് നിർമൂലമായത്. അതിനെ നിർമൂലമാക്കിയത് ഹിസ്കിയാവാണ്. 1 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? അമാലേക്കിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞു. 4:43. 1 ദിനവൃത്താന്തം 4:43. ഹിസ്കിയാവിന്റെ കാലഘട്ടത്തില് കണ്ടോ? അന്നേരം ചാടിപ്പോയതിനെ മുഴുവൻ എന്ത് ചെയ്തു? വെട്ടിക്കും. 1 ദിനവൃത്താന്തം 18:11 വായിച്ച 18:11.
ദാവീദ് രാജാവ് അവയെ ഏദോം, മോവാബ്, അമ്മോന്യർ, പെരിസ്യർ, അമാലേക്ക് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും അപ്പൊ ദാവീദ് പിടിച്ചെടുത്ത വെള്ളി പൊന്ന് ആരുടെ കയ്യിൽ നിന്ന്? ആ വെള്ളിയും പൊന്നി എന്നെ എടുത്തു. 2 ദിനവൃത്താന്തം 5:11 ഇതേ വെള്ളിയും പൊന്നുമാണ് ശലോമോൻ ആലയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അപ്പം അല്ലെ ആണു 2 ദിനവൃത്താന്തം 5:11. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളെ വിശുദ്ധീകരിച്ചത്. 5 അധ്യായത്തിന്റെ 11-ാമത്തെ സോറി 5:1 അപ്പൻ നിവേദിച്ചതൊക്കെ ആ വാക്യം. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെ തീർന്നു. പിന്നെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വസ്തുക്കളായ അപ്പൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരാ ഇത് പിടിച്ചു മേടിച്ച്? നാളെ തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തെ കൊണ്ട് കൊടുക്കത്തക്ക നിലയിൽ ഇന്ന് ചിലതൊക്കെ പിടിച്ചു മേടിക്കുന്ന ചില മാതാപിതാക്കൾ മനസ്സിലാകാത്ത എത്ര പേര് ദൈവത്തിൽ നാളെ നിന്റെ തലമുറ പറയണം, എന്റെ അപ്പനും അമ്മയും ഉപവസിച്ചു പ്രാർത്ഥിച്ച് നേടിച്ച് കണക്കിലോ എത്ര പേർക്ക് മനസ്സിലാകും? ദൈവത്തിന്റെ സന്നിധിയിൽ ചിലത് പിടിച്ചു മേടിക്കണം. ഓ, തലമുറയ്ക്ക് നേരെ നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ ഈ പകൽക്കാലം ഒതുങ്ങി കൊടുക്കരുത്, അതിനെ വെട്ടിക്കളയണം. അവര് സർട്ടിഫിക്കറ്റും കൂടെ ദൈവസ്ഥനെ ചെന്നു പറയണം, ഇതെന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്ത അനുഗ്രഹം അല്ല, എന്റെ അപ്പനും അമ്മയെ ഉപവാസിച്ച് പ്രാർത്ഥിച്ചെടുത്ത സംഖ്യാപുസ്തകം 24:20 സംഖ്യ 24:20 വിലയാം പ്രവചിക്കുന്ന ഒരു സുഭാഷിതം. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്, അമാലേക്ക് ജാതികളിൽ മുമ്പൻ, ജാതികളിൽ അവന്റെ അവസാനമോ നാശം. അവന്റെ അവസാനമോ നാശം. ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. രാജ്യങ്ങൾ ജാതികളിലല്ല. സ്തോത്രം. 24:20 സ്തോത്രം. സംഖ്യാപുസ്തകം 24:20 ഉണ്ടോ? അവൻ ജാതികളിൽ മുമ്പനെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അന്നത്തെ രാജ്യങ്ങൾക്ക് അവൻ മുമ്പനാണ്. എന്താ അവന്റെ പ്രത്യേകത? അമാലേക്ക് ആൾമാറാട്ടക്കാരൻ, മന്ത്രവാദികളാണ്, ബ്ലാക്ക് മാജിക് അവന്റെ കയ്യിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോശ അവർക്കെതിരെ പോരാടിയപ്പോൾ യോശുവ താഴ്വര യുദ്ധം ചെയ്തപ്പോ മോശയുടെ കൈ എന്ത് ചെയ്തു? ഊരും അഹരോന് ഹെൽപ്പ് ചെയ്തു. എല്ലാ മിഷണറിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് അമാലേക്ക് എന്ത് ചെയ്തു? തകർന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതേ അമാലേക്ക് യുദ്ധത്തിന് വന്നു.
ഇസ്രായേൽ സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിച്ചു. പക്ഷെ അവരുടെ ലൈഫിലെ ഒരു സംഭവമുണ്ട്, ഓർമ്മ. കേട്ടിട്ടുണ്ടോ? ഇത് നോക്കിക്കേ, എന്താ ഓർമ്മയായി സംഭവിച്ചത്? സംഖ്യാപുസ്തകം 14:25 ദൈവം പറഞ്ഞ ഒരു മുന്നറിയിപ്പാണ്. സംഖ്യ 14:25. എന്നാൽ അമാലേക്യരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നത് കൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങി. ദൈവം പറയാ, അമാലേക്ക് അവിടെ പാർക്കുന്നതുകൊണ്ട് നിങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് വേറെ വഴി എന്ത് ചെയ്യണം? പക്ഷെ 14:40 നോക്കിക്കേ, 14:40. ഇവന്മാര് ഈ സ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. കാര്യം ഇവർ ഓർത്തത് പണ്ട് മോശ കയറി പർവ്വതത്തിന് മേളിയിരുന്നു. അന്നേരം എന്ത് സംഭവിച്ചു? താഴ്വര അമാലേക്ക് തോറ്റു. അതുകൊണ്ട് കണ്ടോ, വാക്കൊക്കെ കേട്ടോ, ദൈവം ഞങ്ങൾക്ക് ഒന്ന് വായിച്ചേ സിസ്റ്റർ. കേട്ടോ, വലിയ പെണ്ണൻസ് ഒക്കെയാ, ഭയങ്കര വർത്താനമൊക്കെയാ. ഇവരോർത്ത് ഈ മേലെ കയറി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു? ശത്രു നോക്കുമെന്ന്. പക്ഷെ 42 വാക്യം 14:42 കണ്ടോ, ദൈവം മോശയോട് പറയാ, എടാ ഈ തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ടല്ല ഇന്നലെ ചിലത് തോറ്റത്. കേറേണ്ടതുപോലെ കേറിയില്ല, നീ എന്ത് ചെയ്യും? അടുത്ത വാക്യം. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. കണ്ടോ എന്നാ കുഴപ്പം? മലയെ കയറി തീർത്ഥാടന കേന്ദ്രമാക്കിയോണ്ടല്ല ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടണമെങ്കിൽ യഹോവ നിന്റെ മധ്യേ ഇരിക്കണം. നിന്റെ മധ്യ ആരില്ല? യഹോവയില്ല. അടുത്ത വാക്യം. അമാലേക്യരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾ വാളാൽ വീഴും. കണ്ടോ, ദൈവം ഇല്ലാതെ കയറിയാൽ നിങ്ങൾ വാളാൽ എന്ത് ചെയ്തു? എന്നാൽ 44 വാക്യം. എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. അവരോർത്തിത് തീർത്ഥാടന കേന്ദ്ര സ്വിമ്മിംഗ് പൂളിലെ ചർച്ചയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ വന്നിരുന്ന എന്തോ സംഭവിക്കും? ഇതിനെ അവരെന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. ധാർഷ്ട്യം പൂണ്ട്. അടുത്ത വാക്യം. മലമുകളിൽ കയറി യഹോവയുടെ നിയമപെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ലതാണ്. ഇതാ പ്രശ്നം. പുറപ്പെടേണ്ടത് പുറപ്പെടാതെ നീ എത്ര തീർത്ഥാടന കേന്ദ്രമാക്കിയാലും അതിനകത്തൊന്നും ദൈവം സ്തോത്രം. 14:45 വായിക്കുന്നു. എന്നാൽ മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്നു, അവരെ തോൽപ്പിച്ചു, ഓർമ്മ വരെ അവരെ ചിന്തിച്ചോടിച്ചു. അവരുടെ ലൈഫിൽ ഒരു ഓർമ്മയുണ്ട്. ഇന്നലകളിൽ അമാലേക്കിന്റെ മേൽ ആത്മീകമായി ജയം നേടിയ ജനം ഇന്ന് വീഴേണ്ടതുപോലെ ദൈവസ്ഥനിൽ നെടുമ്പാട് വീഴാൻ സ്വതന്ത്രം. ലൈഫിൽ ഒരു ഓർമ്മ. മോശയും പെട്ടകവും അവരോട് കൂടെ എന്ത് ചെയ്തിരുന്നില്ല? മോശയും പെട്ടകവും പുറപ്പെടാത്തിടത്തോളം കാലം എന്തെല്ലാം പ്രഹസനങ്ങൾ കാട്ടിയാലും അതെന്തായി മാറത്തില്ല? ജയമായി. ലൈഫിലെ ഒരു ഓർമ്മ. 10 അധ്യായം ഇവിടെ മുന്നോട്ട് പോയി 24-20 വിലയാൻ നോക്കുമ്പോൾ ബാല്യത്തെ രാജ്യങ്ങളിൽ മുൻപനായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു അവന്റെ ഒരു നാശം ഉണ്ടാവും. എപ്പോഴാ നാശം ഉണ്ടാകുന്നത്? 24:19 വായിച്ചേ. കണ്ടോ കണ്ടോ എപ്പോഴാ നാശം ഉണ്ടാകുന്നത്? യാക്കോബിൽ നിന്നൊരുത്തം മരിക്കും. നിന്റെ കുടുംബത്തെ ദൈവം നിയോഗിക്കും. ചിലതിനെ തകർക്കാൻ. നിന്റെ അപ്പനായിരുന്ന അബ്രാമിനെ വിളിച്ചപ്പോ ദൈവം പറഞ്ഞ കാര്യോ, ഞാൻ നിന്ന് രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കും.
കുടുംബങ്ങളെ ചിഹ്ന ഭിന്നമാക്കുന്ന ആധിപത്യങ്ങളെ തകർക്കാം. ഞാൻ നിന്നിൽ നിന്ന് ആരെ എഴുന്നേൽപ്പിക്കൂ? അവർക്ക് പറ. ും വീഴാൻ ഒരുത്തൻ തയ്യാറായി. എനിക്കൊറ്റ കാര്യമേ ഇന്ന് പകരം പറയാനുള്ളൂ. നീ ദൈവസന്നിധി വീണ്ടും നടക്കാൻ തയ്യാറായ മോശയുടെ കൈക്കീഴിൽ ജീവിച്ചിരുന്ന ജനത്തിന് കഴിയാതെ ശൗലിന് ചെയ്യാൻ പറ്റാഞ്ഞത് അത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ദാവീദ് അല്ലേ? നിയോഗിക്കപ്പെട്ടില്ലേ? അവന്റെ കാലഘട്ടത്തിൽ ചില അമാലിയൊക്കെ ആധിപത്യങ്ങൾ എന്ത് ചെയ്യാം? എങ്ങനെ തകർന്നു? അതാ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒരുത്തം. അവന്റെ കാലത്ത് മാത്രമാണോ? അവന്റെ തലമുറയുടെ കാലത്ത് ചിലത് നടന്നില്ലേ? നമ്മൾ 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിൽ ഹിസ്കിയാവ് ചിലതിനെ പിടിച്ചത് അല്ലേ? അപ്പൊ ദൈവസനത്തിൽ ഒരുത്ത വീണ് കിടന്നവൻ ഹിസ്കിയാവ് ചെയ്തത് എന്താ നമുക്കറിയാം. 2 ദിനവൃത്താന്തം 24 നമ്മൾ വായിക്കുന്നുണ്ട്, 29 വായിക്കുന്നുണ്ട്. ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്താക്കി അല്ലേ? 29-ന് 34 മുതലുള്ള വാക്യം. അപ്പൊ അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? 24, 39 2 ദിനവൃത്താന്തം വായിച്ചേ. 29-ന് 34 2 ദിനവൃത്താന്തം. പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ സഹോദരന്മാരെ ലേവ്യർ ആ വേല തീരുമ്പോഴും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളം അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാന യാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയ യാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. ദൈവം ജനത്തിൽ ഒരുക്കി കൊടുത്തതിൽ യെഹെസ്കേയാവും സകല ജനവും സന്തോഷിച്ചു. അടുത്ത വാക്യം. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഇവിടെയാണ് ചില കൂടുതലുകൾ. ആരാധനകളൊക്കെ യഥാസ്ഥാനത്താകുമ്പോൾ വീഴേണ്ടതൊക്കെ നിന്റെ മുമ്പിൽ മനസ്സിലാകുന്നുണ്ടോ? ശുദ്ധാത്മാവെന്ന പകലിനോട് ശക്തമായി പറയാൻ പറ്റും. ഈ പകൽ വീഴേണ്ടതുപോലെ ദൈവസന്നിധി വീട്. ഈ ദൈവസന്നിധിയിൽ അതല്ല ഒറ്റ വാക്കാവളം പറഞ്ഞത്. അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ അതും നെടുമ്പാട് വീഴച്ചു. ഇത് കണ്ടു സ്വർഗം പറയുക ലാസറെ പുറത്തുമാ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കും. ചിലതിന് അവനോട് ശക്തമായി പറയാം. ചിലതിനെ ഇന്ന് പകൽ നമ്മൾ വെട്ടിക്കളയും. ദാവീദിന്റെ കാലത്ത് ചിലതിനെ കൊള്ളയും. പക്ഷേ എന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ചില അമാലിയക്ക് ശക്തി. പക്ഷെ ഹിസ്കിയാവ് അതിനെ എന്ത് ചെയ്തു? വെട്ടിക്കളയും. ഒരുത്തം പോലും എന്ത് ചെയ്തില്ല? ശേഷിച്ചില്ല.
ഒരുത്തനെ പോലെ ശേഷിപ്പിക്കാതെ സകലത്തെയും വെട്ടിക്കളയുവാൻ ഹിസ്കിയാവിനെ നിയോഗിച്ച ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവവും പല വീട് കിടക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ യഥാർത്ഥത്തിൽ ഇത് പറയാനായിട്ടല്ല വന്നത്. യേശു അത് അറിഞ്ഞു എന്ന് പറയാനാ വന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മറിയ കർത്താവിന്റെ സന്നിധിയിൽ വചനം കേട്ടുകൊണ്ടിരുന്നത് ആരറിഞ്ഞു? യേശു. രണ്ട്, തന്റെ പ്രതിസന്ധികളുടെ നടുവിലും ദൈവസന്നിധി വീട് കിടന്ന് നിലവിളിക്കുന്നത് ആരറിഞ്ഞു? ഈ പകൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ വകവെക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ആരറിയുന്നു? അതുകൊണ്ട് തന്നെ ഞാനിത് പകൽ പറയാം, ചിലതിനെ നഷ്ടപ്പെടുത്താതെ ചില ആധിപത്യങ്ങളെ വെട്ടിക്കളഞ്ഞു അമാലേഖന്റെ മേൽ ഒരു ജയം ഇസ്രായേലിന് ദൈവം കൊടുത്തത് നമുക്കൊരു ജയത്തെ ദൈവം പോവാം. ഇനി കർത്താവ് പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ് ഞാൻ മറിയോടുള്ള ബന്ധത്തിൽ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രനെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകുന്നു. ഇവിടെ മറിയ മൂന്നാമത്തെ പരിമളതയിലും എടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി തലമുടി കൊണ്ട് കാലത്ത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം പറയുന്നു, woman's hair is her glory. ഒരു സ്ത്രീയുടെ മഹത്വമാണ് അവിടെ. ആ മുടി അവന്റെ കാൽക്കൽ അവൾ ഉപയോഗിക്കുന്നു. അവൾ എന്താ ഉരിഞ്ഞു വെക്കുന്നത്? മഹത്വം ഉരിഞ്ഞു. ഞാൻ ചോദിച്ചു, മറിയെ എന്തിനാ നീ മഹത്വം ഉരിഞ്ഞു? അവൾ എന്നോട് പറഞ്ഞു, കർത്താവിനെ ഒരാൾ തിരിച്ചറിഞ്ഞാൽ എന്നാ മഹത്വം ഉരിഞ്ഞു വെച്ച് ആരാധിക്കും. 24 മുമ്പന്മാരും 4 ജീവികളും ഒരുപോലെ സിംഹാസനത്തിന് തങ്ങളുടെ മഹത്വം ഉരിഞ്ഞു വെച്ചവരെ എന്ത് ചെയ്യുക? ഒരു കാര്യം നീ ഓർത്തോണേ, മഹത്വം ഉരിഞ്ഞു വെച്ച് ആരാധിക്കുന്നത് ആരറിയും? ഇന്ന് പകൽ ദൈവസന്നിധി വരാൻ നമ്മൾ മുടക്കിയിരിക്കുന്ന ഓരോ പേരും ആരറിയും? അവള് മഹത്വം ഉരിഞ്ഞു വെച്ച് ആരാധിക്കുന്നത് കണ്ടപ്പോ ഒരുത്തം പറഞ്ഞ കേട്ടോ, ഇത് പാഴ്ചെലവാ, വേസ്റ്റ്. പക്ഷെ കർത്താവ് പറയുന്നത് വേസ്റ്റ് അല്ല, ഇതാണ് വർഷിപ്പ്. സ്തോത്രം. നിന്റെ ആരാധന ലോകത്തിന് വേസ്റ്റാണ്, പക്ഷെ ദൈവത്തിന് അതെന്താ? വർഷിപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ലോകം പറയും ഇതെന്താണ്, പക്ഷെ സ്വർഗം പറയാ ഇതെന്താ? ഇന്ന് പകൽ ലോകം വേസ്റ്റാന്ന് പറയുന്നത് കേട്ടോ നീ വാപ്പൂക്കേണ്ട കാര്യമുണ്ടോ? എടാ, സ്വർഗം പറയാ ഇതാണ്. ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേര് തയ്യാറാണ്?
തന്നെ തന്നെ മറന്ന് ആരാധിക്കുന്ന ഒരുത്തെ കണ്ടപ്പോ കത്ത അവളെ അംഗീകരിച്ചു. 3 അംഗീകാരങ്ങളാണ്. ഒന്ന് 14:6 മുതലുണ്ട്, ഞാൻ വായിക്കും. അവളെങ്കിൽ നല്ല പ്രവർത്തി. 2, അവൾ തന്നാലാവത് ചെയ്തു. 3, അവൾ മുൻകൂട്ടി ചെയ്തു. കർത്താവ് അംഗീകരിക്കുക. 1, എങ്കിൽ നല്ല പ്രവർത്തി. 2, പറ തന്നാല്. ദൈവത്തിന്റെ സ്ഥലത്ത് ഉഴപ്പി തന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ ബെസ്റ്റ് ലെവൽ വേണം. ദൈവത്തെ ആരാധിക്കാവുന്നതിന്റെ മാക്സിമം ദൈവത്തെ ആരാധിക്കാവുന്നതിന്റെ മാക്സിമം അവള് തന്നാലാവത് ചെയ്തു. 3-ാമത്തെ കാര്യം പറയാം, അവള് മുൻകൂട്ടി ചെയ്തു. ഇന്ന് പകൽ ദൈവം നമ്മെ മുൻകൂട്ടി ഇരുത്തിയിരിക്കാന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നു? നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില പൈശാചിക പദ്ധതികളുടെ നേരെ ഇന്ന് ദൈവം ദൈവത്തിന്റെ മുൻകൂട്ടിയിരുത്തിയിരിക്കുക. ഈ സമയത്ത് നീ മിണ്ടാതിരുന്ന യഹൂദാജാതിക്ക് മറ്റൊരിടത്തുനിന്ന് രക്ഷ വരും. നീ നിന്റെ പുതുപ്പവനോ നശിച്ചു പോകും. അങ്ങനെ ഒരു കാലത്തേക്കല്ലോ ദൈവത്തിന്റെ രാജസന്നിധി കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം ചിലതിനെ തിരിക്കാൻ പോവുക. ദൈവത്തിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്ന കാലം ഈ ദൈവസനത്തിൽ ഇരിക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. സ്തോത്രം. ദൈവം ചിലത് ചെയ്യും. ഈ യെശയ്യാ 30:33 പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം കൊണ്ട് വെളിപ്പെട്ടാൽ യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ തന്നെ എന്ത് ചെയ്യും? കത്തിക്കും. അല്ലെ?
പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. യഹോവയുടെ ശ്വാസം, പ്രിയപ്പെട്ടവരെ, ഗന്ധക നദി പോലെ അതിനെ എന്ത് ചെയ്യും? ഈ ഗന്ധകം കത്തിയ 3 ഇടങ്ങൾ ബൈബിളിൽ. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ സോദോമിനും ഗോമോറയ്ക്കും നേരെ കത്തിയത് എന്താ? യെശയ്യാവ് 30-ൽ അശൂരിന് നേരെ കത്തുന്നത് എന്താ? ഗന്ധമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കള്ളപ്രവാചകനും പഴയ പാമ്പും കിടക്കുന്നിടത്തോട്ട് സാത്താനെ തള്ളിയിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താ? പറ. സോദോം ഗോമോറയെ കത്തിയ ഗന്ധകം ഇന്നും അതൊരു ദൃഷ്ടാന്തമാണ്. ചാവുകളല്ലേ അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വിശുദ്ധ നാട്ടിലോട്ടൊക്കെ പോകുന്ന പലരുമുണ്ട്. പോകുന്ന കൂട്ടത്തിൽ എന്നാ പിന്നെ ഒരു വാഴവിത്തും 2 കരിയാപ്പത്തേക്ക് ആ ചാവുകളെ കുഴിച്ചു വെച്ച കിളുക്കൂ. എന്നാ കാര്യം? അതാ കത്തി ആ കോസ്മോസിനകത്തുണ്ടായിരുന്ന വിത്തിന്റെ റൂട്ടിനെ ദൈവം ചെയ്യുന്നതാണ്. പകൽ നിനക്കെതിരെ നിൽക്കുന്ന ചില ശാപത്തിൽ, ചില ലോകത്തിൽ, ചില പൈശാചിക പദ്ധതികൾ, ആധിപത്യത്തിന്റെ മേൽ ദൈവത്തിന്റെ വിശ്വാസം ഒന്ന് ഊതിയാലുണ്ടല്ലോ. ചിലതിന്റെ റൂട്ടിനെ ദൈവം കത്തിക്കും. 5 തരം ശാപങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. 1, ജനറേഷണൽ കേഴ്സ്. 2, ജോഗ്രഫിക്കൽ കേഴ്സ്. 3, ട്രോമ ബേസ്ഡ് കേഴ്സ്. 4, സിൻ ബേസ്ഡ് കേഴ്സ്. അടുത്തത് വാക്കുകൊണ്ടുള്ള ശാപം. 5 തരം ശാപങ്ങളാണ്. ഒന്ന് ജനറേഷണൽ കേഴ്സ്. അർത്ഥം, ഒരാൾ പാപം ചെയ്താൽ 4-ാം തലമുറ വരെ, പ്രത്യേകിച്ചും ദൈവസ്ഥല വഴപ്പ്. അതാണ് യോവേൽ പ്രവചനം പറയുന്നത്. യോവാശിന്റെ പാപം അവന്റെ 4 തലമുറകളിലേക്ക്. ആരൊക്കെയാ? യോവാശിന്റെ മകനായ അമസിയാവ്, ഉസിയാവ്, യോദാം, ആകാശം. 4 തലമുറ. രണ്ടാമത്തേതാണ് ജോഗ്രഫിക്കൽ. അത് നിങ്ങൾക്കറിയാം. വെള്ളം ചീത്ത, പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം, പക്ഷെ വെള്ളം ചീത്ത, ഗർഭനാശം, ഫ്രൂട്ട്ലെസ് അല്ല. അവിടെ എന്നാ ഓരിയിട്ടു? ഉപ്പ്. പഴയ നിയമ യാഗപീഠത്തിലെ യാഗവസ്തുവാ ഉപ്പ്. അപ്പൊ ആരാധനയിൽ ഉപയോഗിക്കപ്പെടേണ്ടതായത് ഉപ്പ്. എവിടാ ഉപ്പ് ഓരിട്ടെ? ഉറവ് കണ്ടുപിടിച്ചു. അപ്പൊ ഇന്ന് പകൽ ചിലതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം.
ശാപങ്ങൾ വ്യാപരിക്കുന്നത് കേറി വരുന്ന അത് പൊങ്ങി വരുന്ന മേഖലയെ കണ്ടെത്തിയിട്ട് സാധ്യമായി ചിലതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് ആത്മാവിനെ വെട്ടുവാനുള്ള ഒരു ദൈവജനം ഏറ്റെടുക്കേണ്ട ഒരു ഒന്ന് വാക്കുകൊണ്ടുള്ള ശാപം, രണ്ട് ഒന്ന് ജനറേഷൻ, രണ്ട് ജോഗ്രഫിക്കലും, മൂന്നാമത്തേതാ ഈ ചില ട്രോമകളിലൊക്കെ ഏറ്റവും വലിയ തെളിവാ ശൗലു യോനാഥാൻ കൊല്ലപ്പെട്ട രാത്രി മെബീബോശത്ത് രാജകുലത്തിൽപ്പെട്ടവന് രാത്രി അവനെ എടുത്തുകൊണ്ട് ഓടുന്ന വഴി അവൻ വീണാരായി മാറി. ഇപ്പൊ ഇവിടെ അവൻ കിടക്കുന്നത് ലോദേബാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പച്ചപ്പില്ലാത്ത. രാജകുലത്തിൽ ജനിച്ചവന്, പക്ഷെ ഇപ്പൊ അവന്റെ ജീവിതം എങ്ങനെയാ? പച്ചപ്പില്ല, പച്ചപ്പില്ലാത്ത ഒരു ജീവിതം. പക്ഷെ ദാവീദ് അവനെ ഓർത്തു, അവനെ തിരിച്ചു കൊണ്ടുവന്നു. എവിടേക്ക്? സ്വന്തം മേശയിലെ, എന്നും രാജാവിന്റെ മേശയിൽ ഇരിക്കാം. ഇന്നും പകൽ എനിക്ക് അത് മനസ്സിലാകുന്ന ഒരു തോന്നില്ല. നിന്റെ തലമുറയുടെ പച്ചപ്പില്ലാത്ത ജീവിതത്തിൽ ഇന്നൊരു മാറ്റം ദൈവം ചിലതിനെ ദൈവം ഒന്ന് പുതിയ ഗന്ധക നദി പോലെ ജലം പോവുക. റിയലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതിന്റെ തലമുറ കടന്ന് കറങ്ങത്തില്ല. വെക്കാൻ പറ്റാം, ഒന്ന് കാലനക്കാൻ പറ്റാം, ഒരു കാര്യം പോലും മുന്നോട്ട് പോകാം. ഒത്തിരി തുഴയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒന്നും മുന്നോട്ട് പോകണം. ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി അടുത്തൊരു ശാപമുണ്ട്, വാക്കുകൊണ്ടുള്ള ശാപം. വിലയാ ശപിക്കാൻ വരുവാ, പക്ഷെ പറ്റുന്നില്ല. എന്നാ കാരണം? സംഖ്യ 23:9 മുതൽ 4 കാരണങ്ങൾ. ശിലാഗ്രഹങ്ങളിൽ ഞാനവനെ കാണുന്നു, ഗിരികളിൽ ഞാനവനെ ദർശിച്ചു. ശമിക്കാൻ പറ്റാത്തതിന്റെ കാരണം പറയാം. തനിച്ചു പാർക്കുന്ന ഒരു ജനം. അപ്പൊ ഒന്നാമത്തെ കാരണം പറയാം എന്താ? തനിച്ചു പാർക്കുന്ന ഒരു ജനം. അപ്പൊ ശാപവെക്കാതിന്റെ കാരണം എന്താ? വേർപാടുള്ളവനെ ആർക്കാ ശമിക്കാം? ാരുടെ മേലൊക്കെ ശാപമേക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു. എന്തുമാത്രം രാജ്യത ഇല്ലേ? പക്ഷെ നിനക്ക് ശാപമേക്കാത്തതിന്റെ കാരണം നീ അറിയണം. വേർപാടുള്ളവൻ എന്ത് ചെയ്യത്തില്ല?
നീ 21 വാക്യം വായിച്ചു. 21 വാക്യം. യാക്കോബിൽ തിന്മ കാണുവാനില്ല. അടുത്തത് പറയുക, യാക്കോബിൽ എന്തോ ഇല്ല, തിന്മ കാണുവാനില്ല. അടിയും കരവളവും വഴി പിടിച്ചാൽ പറയാം. വേർപാട് മാത്രമല്ല, വിശ്വസിച്ചു. ശാപേക്കോ പറ ഇല്ല. ഇനി അടുത്ത വാക്യം വായിച്ചേ. ഇസ്രായേലിൽ കഷ്ടം ദർശിക്കാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവരോട് കൂടെ ഇരിക്കും. രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. അവൻ ശാപേക്കാതിരിക്കാൻ വഴിയെ രണ്ട് വിശുദ്ധി, മൂന്ന് തത്വം ആരാധന. എല്ലാം മനസ്സിലാക്കുന്നുണ്ടോ? വ്യാജ പോലെ രാജാവ് ഉള്ളതാ എന്തോള്ളത്? ശ്രീകാരം എനിക്കറിയാം ആരാധന നടക്കുന്ന കൂട്ടായ്മയായിരുന്നു. പ്രവാചകന്മാരും പ്രവാചകന്മാരും ഞാൻ പലപ്പോഴും പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന പലരെയും പലയിടത്തും കണ്ടിട്ടുണ്ട്. ശാപമേക്കാത്തതിന്റെ ഒരു കാരണമാണ് അവര് വായിലിരുന്നാലും ആടിന്റെ കാല് രണ്ടും കാലും സിംഹത്തിന്റെ വായിലിരുന്നാലും വായിച്ചോക്കാം. സിംഹത്തിന്റെ വായിൽ നിന്നും വലിച്ചെടുക്കുന്നത് പോലെ അല്ലെ. അപ്പൊ ഇപ്പൊ പകൽക്കാലം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, രണ്ട് കാലും ഒരു കാലും സിംഹത്തിന്റെ വായിലിരിക്കുമ്പോ ദൈവത്തിന് സ്തോത്രം, ഇടയം ചെന്നതിനെ വലിച്ചെടുക്കണമെങ്കിൽ അതിന് ബലപ്രയോഗിക്കണമല്ലോ. സ്വർഗരാജ്യത്തിന് ബലപ്രയോഗിക്കണം. പകൽക്കാലം
ശക്തി പുറപ്പെട്ടത് അറിയാമല്ലോ നമുക്ക്. താങ്കളിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് വ്യക്തിപരമായ ചില വേദന Amen. Amen. Amen.
Amen.